CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ചൊവ്വന്നൂരിൽ സപ്ലൈകോയിൽ മോഷണശ്രമം. തിങ്കളാഴ്ച പുലർച്ചെയാണ് മോഷണശ്രമം നടന്നതെന്നാണ് പ്രാഥമിക വിവരം. ഷട്ടറിന്റെ പൂട്ടുകൾ തകർത്തെങ്കിലും പണം നഷ്ടപ്പെട്ടിട്ടില്ല. കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളർക്കാട്, മരത്തംകോട് പ്രദേശങ്ങളിൽ മോഷണശ്രമം. വെള്ളർക്കാട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിലും മരത്തംകോട് കുരിശുപള്ളിയിലുമാണ് മോഷണശ്രമം നടന്നിട്ടുള്ളത്. പുത്തനത്താണിയിൽ വെച്ചുണ്ടായ അപകടത്തിൽ മന്നലാങ്കുന്ന് സ്വദേശി മരിച്ചു. മന്നലാങ്കുന്ന് ജുമാത്തു പള്ളിക്ക് തെക്കുവശം അൽഹിക്മ മദ്രസയ്ക്ക് സമീപം താമസിക്കുന്ന പരേതനായ കൂളിയാട്ട് മൊയ്തുണ്ണി മകൻ 42 വയസ്സുള്ള ഷിഹാബാണ് മരിച്ചത്. ദേശീയപാത പാപ്പാളിയിൽ അപകടത്തിൽപ്പെട്ട ഓട്ടോറിക്ഷയിൽ നിന്ന് കഞ്ചാവ് പൊതികൾ കണ്ടെത്തി. ഡ്രൈവർ മന്നലാങ്കുന്ന് പാലപ്പെട്ടിക്കാരൻ വീട്ടിൽ അഷ്കറിനെ വടക്കേകാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മാധ്യമപ്രവർത്തകൻ കുഴഞ്ഞു വീണു മരിച്ചു. ഗുരുവായൂർ പാലുവായി കരുമാഞ്ചേരി വീട്ടിൽ ജി അജിത് കുമാറാണ് മരിച്ചത്. 66 വയസ്സായിരുന്നു. വയനാട്ടിലെ ജനങ്ങൾക്കായി തന്റെ രണ്ടാമത്തെ കൊടുക്കയും കൈമാറി മറ്റം സെന്റ് ഫ്രാൻസിസ് ഗേൾസ് ഹൈസ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി ഏഞ്ചലീന മരിയ സിൻഡോ. സ്കൂളിലെ വയനാടിനൊപ്പം ധനസമാഹരണ പദ്ധതിയിലേക്കാണ് ഏഞ്ചലീന തന്റെ ചെറുസമ്പാദ്യമടങ്ങിയ കൊടുക്ക കൈമാറിയത്. പാലിയേക്കര ടോൾ പ്ലാസയിലെ നിരക്ക് വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് AIYF തൃശൂർ ജില്ലാ കമ്മിറ്റി ടോൾ പ്ലാസയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പുന്നയൂരിൽ ബസിന്റെ വാതിൽപ്പടിയിൽ നിന്നും പുറത്തേക്ക് വീണ് വിദ്യാർത്ഥിനിക്ക് പരിക്ക്. അകലാട് നാലകത്ത് 18 വയസ്സുള്ള ഹസ്നയ്ക്കാണ് പരിക്കേറ്റത്. തൃശൂർ സഹോദയ സംഘടിപ്പിക്കുന്ന CBSE വിദ്യാലയങ്ങളുടെ അത്ലറ്റിക് മീറ്റിന് കുന്നംകുളം സീനിയർ ഗ്രൗണ്ടിൽ തുടക്കമായി. നഗരസഭാധ്യക്ഷ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പുന്നയൂർ പഞ്ചായത്ത് ഹരിത കേരളം മിഷൻ, തെങ്ങിന് തടം, മണ്ണിന് ജലം, ദേവഹരിതം, എള്ളുകൃഷി എന്നീ പദ്ധതികളുടെ ജില്ലാതല ഉദ്ഘാടനം NK അക്ബർ MLA നിർവഹിച്ചു. എക്സൈസ് വിമുക്തി മണലൂർ നിയോജകമണ്ഡലം തല ജാഗ്രതാ സമിതി യോഗം ചേർന്നു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ മുരളി പെരുന്നെല്ലി MLA അധ്യക്ഷനായി. ചാലിശ്ശേരി പെരുമണ്ണൂർ PFA ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ മികച്ച അഭിനേത്രിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കരസ്ഥമാക്കിയ ബീന R ചന്ദ്രന് സ്വീകരണം നൽകും. എടക്കളത്തൂരിന്റെ നാടകരാവുകൾക്ക് തിങ്കളാഴ്ച സമാപനമാകും. ഓഗസ്റ്റ് 25-ന് ആരംഭിച്ച നാടകോത്സവത്തിനാണ് തിങ്കളാഴ്ച തിരശ്ശീല വീഴുന്നത്. 80ന്റെ നിറവിലെത്തിയ CN ദാമോദരൻ നായരെ ഗുരുവായൂർ പൗരാവലി ആദരിച്ചു. കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ കുന്നംകുളം താലൂക്ക് സമ്മേളനം നടന്നു. സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി N ഷിജീർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പുതുശ്ശേരി നേറ്റിവിറ്റി ഓഫ് അവർ ലേഡി ദേവാലയത്തിൽ ദൈവമാതാവിന്റെ ജനന തിരുനാളിന് കൊടിയേറി. എരുമപ്പെട്ടി മങ്ങാട് മങ്ങാട്ടുകാവ് ശ്രീ അയ്യപ്പൻ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവരം ഘോഷയാത്ര നടത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഗുരുവായൂർ ടൗൺ യൂണിറ്റ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1,93,502 രൂപ നൽകി. കുട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ PTA, MPTA, SMC അംഗങ്ങൾക്കായി നേതൃപരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. ഓൾ കേരള ടൈലറിംഗ് അസോസിയേഷൻ കണ്ടാണശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ ജില്ലാ ട്രഷറർ CR ജയൻ അനുസ്മരണവും പ്രവർത്തക യോഗവും സംഘടിപ്പിച്ചു. CPM കടങ്ങോട് കിഴക്കുമുറി ബ്രാഞ്ച് സമ്മേളനത്തിന്റെ ഭാഗമായി അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ഗുരുവായൂർ ഏരിയ പ്രവർത്തക യോഗം സംസ്ഥാന കമ്മിറ്റി അംഗം PM പുഷ്പകുമാരി ഉദ്ഘാടനം ചെയ്തു. മറ്റം സെന്റ് ഫ്രാൻസിസ് ഗേൾസ് ഹൈസ്കൂളിലെ ഗേറ്റ്സ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പൂർവ്വ വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് ഓണക്കിറ്റ് വിതരണം ചെയ്തു. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് ചിറമനേങ്കാട്ടെ 102-ാം നമ്പർ അംഗനവാടിയുടെ ശോചനീയാവസ്ഥ പരിഹരിച്ച് സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. 1.5 വർഷം വാടക കെട്ടിടത്തിലായിരുന്നു അംഗൻവാടിയുടെ പ്രവർത്തനം. കടവല്ലൂർ കൊരട്ടിക്കര വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലം നിറയും നിറപുത്തിരിയും നടന്നു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാളിന്റെ ഭാഗമായി നടത്തിവരാറുള്ള 42ാമത് സുവിശേഷ മഹായോഗത്തിന് തുടക്കമായി. ലഹരിക്കെതിരായുള്ള പുസ്തക ചങ്ങാത്ത പദ്ധതി 98 സ്കൂളിൽ പൂർത്തീകരിച്ച് സ്റ്റൈജു മാസ്റ്റർ. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത അധ്യാപകനായ PJ സ്റ്റൈജു ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് പുസ്തക ചങ്ങാത്തം പദ്ധതി ആവിഷ്കരിച്ചത്. കടങ്ങോട് പഞ്ചായത്തിലെ മരത്തംകോട് 16-ാം വാർഡിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. ബാലസംഘം പന്നിത്തടം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.